ഇലക്ട്രീഷ്യൻ ഫസ്റ്റ് ഇയറിൻ്റെ സെൽസ് ആൻഡ് ബാറ്ററി എന്ന് പറയുന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡിവൈസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി എന്നാണ്. അതായത് ഏത് ഡിവൈസാണ് സൺലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഫോട്ടോവോൾട്ടായിക് സെൽ, ഓപ്ഷൻ ബി ലിക്വിഡ് ക്രിസ്റ്റൽ ഡയോഡ്, ഓപ്ഷൻ സി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ഓപ്ഷൻ ഡി ലൈറ്റ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റർ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോവോൾട്ടായിക് സെല്ലാണ്. ബാക്കി ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡയോഡ് എന്താണ്? അത് LCD ഡിസ്പ്ലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, LCD. ഓക്കെ, അടുത്തത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അത് LED ആണ്. ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത്? LED. അടുത്ത ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ്. ഇതൊരു ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ്. ലൈറ്റ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിന് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോവോൾട്ടായിക് സെല്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോ സെക്കൻഡറി സെൽ വർക്ക്സ്? ഓപ്ഷൻ എ ലെൻസസ് ലോ, ഓപ്ഷൻ ബി ജൂൾസ് ലോ, ഓപ്ഷൻ സി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് ഓപ്ഷൻ ഡി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സെക്കൻഡറി സെല്ല് വർക്ക് ചെയ്യുന്നത്. ലെൻസസ് ലോ എന്താണ്? അത് ഒരു വെരി മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു കറണ്ട് ഉണ്ടാകുമ്പോൾ ആ കറണ്ട് അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നാണ് ലെൻസസ് ലോ പറയുന്നത്. ഇതെവിടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? നമ്മൾ ട്രാൻസ്ഫോമർ പഠിച്ചപ്പോൾ അവിടെ ലെൻസസ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ജൂൾസ് ലോ എന്താ പറയുന്നത്? ജൂൾസ് ലോ എന്ന് പറയുമ്പം ഒരു ഇലക്ട്രിക്കൽ എനർജി ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അതിൻ്റെ കറണ്ടിനും ടൈമിനും പ്രൊപ്പോർഷണൽ ആണെന്നാണ് ജൂൾസ് ലോ പറയുന്നത്. H=I²RT നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ജൂൾസ് ലോ പറയുന്നത്. ഇനി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ? ഒരു മായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരുമ്പോൾ ആ കോയിലൊരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് ദി മാസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി M=ZIT. എന്തായിരുന്നു ആ ലോ പറയുന്നത്? അതായത് ദി മാസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് എന്ന് പറയുന്നത് അതിൻ്റെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും അതുപോലെ എന്തുമാത്രം ടൈം, അതാണ് T, എന്തുമാത്രം ടൈം ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതിന് പ്രൊപ്പോർഷണലാണ്. അപ്പം കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ ബി M=ZIT. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ദി കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഈസ് സ്പെസിഫൈഡ്. ഓപ്ഷൻ എ വോൾട്ട്, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി വോൾട്ട് ആംബിയർ, ഓപ്ഷൻ ഡി ആംബിയർ അവർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആംബിയർ അവർ ആണ്. AHലാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി പറയുന്നത്. വോൾട്ടും വാട്ടും വോൾട്ട് ആംബിയർ ഇതൊക്കെ മറ്റു വല്ലതിൻ്റെ യൂണിറ്റ്. ഇതിൻ്റെ വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെയും വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെയും വോൾട്ട് ആംബിയർ VA എന്ന് പറയുന്നത് AC പവറിനെയും റെപ്രസെൻറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ഡിഫക്റ്റ് ദാറ്റ് ബെൻഡ് ഓഫ് പ്ലേറ്റ്സ് ഇൻ സെക്കൻഡറി സെൽ. സെക്കൻഡറി സെല്ലിൽ അതിൻ്റെ പ്ലേറ്റ്സ് ബെൻഡ് ചെയ്ത് പോകുന്ന ആ ഡിഫക്റ്റിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബക്ലിംഗ് ആണ് ഈ പ്ലേറ്റ്സ് ബെൻഡ് ചെയ്ത് പോകുന്ന ഡിഫക്റ്റിന് പറയുന്ന പേര്. ഈ ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ, അതായത് നമ്മൾ ലോഡൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും സെൽഫ് ഡിസ്ചാർജ് സംഭവിക്കുക, ബാറ്ററി ചുമ്മാ ഇരുന്നാലും അതിൻ്റെ ചാർജ് കുറയുക, അതാണ് ലോക്കൽ ആക്ഷൻ. ഇത് ഈ ഹൈഡ്രജൻ ബബിൾസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കുമിളകൾ സിംഗിൾ പ്ലേറ്റ്സിലുണ്ടാകുന്ന മൂലമാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം ഈ പല ഇമ്പ്യൂരിറ്റീസാണ്. കാർബൺ, അയൺ അതുപോലുള്ള ഇമ്പ്യൂരിറ്റീസ് കാരണമാണ് ലോക്കൽ ആക്ഷൻ ഉണ്ടാകുന്നത്. ഈ പാർഷ്യൽ ഷോർട്ട് എന്ന് പറയുന്നത് ലെഡിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് അങ്ങനെയുള്ള ലൂസ് പാർട്ടിക്കിൾ അടിഞ്ഞിട്ട് സെഡിമെൻറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് പാർഷ്യൽ ഷോർട്ട്. പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് അടിഞ്ഞിട്ട് ഷോർട്ടാവും. ഹാർഡ് സൾഫേഷൻ എന്ന് പറയുന്നത് ലെഡ് സൾഫേറ്റ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന മൂലം സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുന്നൊരു പ്രക്രിയയാണ്. ഇത് ഹാർഡ് സൾഫേറ്റ് ഫോം ചെയ്യുന്ന മൂലമാണ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താ? ഓപ്ഷൻ ഡി കൂളം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ലിഥിയം സെൽ. ലിഥിയം സെല്ലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2.5 വോൾട്ടാണ്. നിങ്ങളുടെ ആൻസർ കീയിൽ 2.5 വോൾട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി അതൊരു 3.6 to 3.7 ഒക്കെ പറയാറുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ലെഡ് ആസിഡ് സെല്ലിൻ്റെ വോൾട്ടേജ് പറയുന്നുണ്ട്. അത് 2.1നും 2.6 വോൾട്ടിനും ഇടയ്ക്കാണ്. അതുപോലെ നിക്കൽ അയൺ ആണെങ്കിൽ അത്
1.4 വോൾട്ട് ആയിരിക്കും ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ. ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അതൊരു 1.2 വരെ പോകാറുണ്ട്. ഇനി ഡ്രൈ സെല്ലിനാണെങ്കിൽ 1.5 വോൾട്ട്, നമ്മൾ പ്രൈമറി സെല്ലിൽ പഠിക്കുന്ന ഡ്രൈ സെല്ലിനാണെങ്കിൽ അത് 1.5 വോൾട്ട് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ഇഫ് ദി ബാറ്ററി ഈസ് ടു ബി ചാർജ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ അറ്റ് ഹൈ റേറ്റ്? ഒരു ചെറിയ ടൈമിനുള്ളിൽ ഹൈ റേറ്റിൽ ചാർജ് ചെയ്യാൻ ഏത് ചാർജിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബൂസ്റ്റ് ചാർജാണ്. ബൂസ്റ്റ് ചാർജ് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബൂസ്റ്റ് ചാർജ്. അത് ട്രിക്കിൾ ചാർജ് എന്താ? കൂടുതൽ ടൈം എടുത്ത് കുറച്ച് റേറ്റിൽ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രിക്കിൾ ചാർജ്. ഈ സൾഫേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രിക്കിൾ ചാർജ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ കാർബൺ സിങ്ക് ഡ്രൈ സെൽ? കാർബൺ സിങ്ക് ഡ്രൈ സെൽ എന്താണ്? ഒരു പ്രൈമറി സെല്ലാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അതുപോലെ ഇവിടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് പറയുന്നുണ്ട്. അതെന്താ? അത് ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് ആണ്. എന്ത്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? അമോണിയം ക്ലോറൈഡ്. നിങ്ങളിത് പഠിക്കുമ്പം ഡ്രൈ സെല്ലിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, അതൊന്ന് വരച്ച് പഠിക്കുകയോ ചെയ്ത് ആ ഫിഗർ അനുസരിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഓരോ പാർട്സൊക്കെ. അതിലെ ഇലക്ട്രോലൈറ്റ് ഉൾപ്പെടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എഫക്റ്റ് കോസ് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട് ഇൻ ലിക്വിഡ്സ്? ലിക്വിഡ്സിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം ഏത് എഫക്റ്റാണ് ഉണ്ടാകുന്നത്? ഏതാണ്? കെമിക്കൽ എഫക്റ്റ്. അതാണ് ഒരു ലിക്വിഡിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്.